നമസ്കാരം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കോളിളക്കമുണ്ടാക്കിയ വിവാദത്തിൽ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ രംഗത്ത് വന്നെങ്കിലും ഉയർന്നു വന്ന കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒളിച്ചുകളി തുടരുന്നു. ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാമെന്ന് ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ച ആന്റോയുടെ പോസ്റ്റിൽ നിറയെ വൈരുദ്ധ്യങ്ങളും യുക്തിസഹമല്ലാത്ത വാദങ്ങളുമാണെന്ന് വ്യക്തമാകുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഈ പോസ്റ്റിലൂടെ ആന്റോ പയറ്റുന്നതെന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ. നാടിന് നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ആന്റോ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ ആവശ്യപ്പെട്ട ഒരു പദ്ധതിയാണെങ്കിൽ അതിന്റെ ഔദ്യോഗിക കരാറുകൾ ഒപ്പിടേണ്ടതും നടപടികൾ പൂർത്തിയാക്കേണ്ടതും സർക്കാരല്ലേ എന്ന അടിസ്ഥാന ചോദ്യത്തിന് ആന്റോയ്ക്ക് ഉത്തരമില്ല. ഒരു സ്വകാര്യ ചാനൽ എന്തിനാണ് സർക്കാരിന്റെ പേരും പറഞ്ഞ് അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷനുമായി വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളിലേക്ക് കടന്നതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBC കരാറിലേർപ്പെട്ടിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന ആന്റോ ആ കരാറിന്റെ സ്വഭാവം എന്താണെന്നോ അതിലെ സുതാര്യതയെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടുന്നില്ല. വിദേശ ഏജൻസിയുമായി കോടികളുടെ കരാറിലെത്തുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ മാനദണ്ഡങ്ങളോ റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും അനുമതി പത്രങ്ങളോ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാകാത്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയതായി പറയപ്പെടുന്ന 126 കോടി രൂപയുടെ സാമ്പത്തിക സ്രോതസ്സാണ്. ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് പൊതുസമൂഹത്തോടും അന്വേഷണ ഏജൻസികളോടും വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ആന്റോയ്ക്കുണ്ട്. ഈ കോടികളുടെ സ്രോതസ് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തത് തന്നെയാണ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണത്തിന് ആക്കം കൂട്ടുന്നത്. കായിക വകുപ്പിന് മുന്നിൽ ഈ പദ്ധതി സംശയമാദ്യം വെച്ച ഗോട്ട് ആഡ് എന്ന കമ്പനിയുമായി RBCക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ആന്റോയുടെ മറ്റൊരു വാദം. എങ്കിൽ ഗോട്ട് ആഡിന്റെയും RBCയുടെയും ഔദ്യോഗിക ഓഫീസുകൾ എങ്ങനെയാണ് ഒരേ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. കായിക സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. നിയമപരമായ ടെൻഡറുകളോ സുതാര്യമായ പരസ്യങ്ങളോ ഇല്ലാതെയാണ് റിപ്പോർട്ടർ TV ഈ സ്പോൺസർഷിപ്പ് സ്വന്തമാക്കിയത്. മുൻകാലങ്ങളിൽ മുട്ടിൽ മരമുറി കേസ്, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ അനവധി സാമ്പത്തിക ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുള്ള വ്യക്തി ഉൾപ്പെട്ട കമ്പനിക്ക് സർക്കാരിന്റെ തണലിൽ ഇത്ര വലിയ സാമ്പത്തിക ഇടപാടിന് കളമൊരുങ്ങിയത് എങ്ങനെയെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും 48 മണിക്കൂറിലെ ലൈവ് സംവാദത്തിന് ക്ഷണിക്കുന്ന ആന്റോ അഗസ്റ്റിൻ പോയിന്റ് ബ്ലാങ്ക് ചോദ്യങ്ങളിൽ നിന്ന് തലയൂരാനാണ് ഈ 1 കോടി പോസ്റ്റിലൂടെ ശ്രമിക്കുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ രേഖകൾ സഹിതം മറുപടി നൽകുന്നതിന് പകരം വൈകാരികമായ വർത്തമാനങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്നത് കുറ്റസമ്മതത്തിന് തുല്യമാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യാന്തര വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് ഫണ്ടയച്ചോ എന്ന കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കണ്ണ് ഈ ഇടപാടുകളിലുണ്ട്. ഇതിനോടകം തന്നെ കാഞ്ഞങ്ങാട് GST ഓഫീസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ നികുതി വെട്ടിപ്പ് കേസ് നിലനിൽക്കെ ഈ പുതിയ കോടികളുടെ ഇടപാടിന്റെ രേഖകൾ സമർപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അർജന്റീന ടീമും മെസ്സിയും കേരളത്തിൽ വരില്ലെന്നും ഇടപാടുകൾ തികച്ചും ദുരൂഹമാണെന്നും കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് നേരത്തെ തന്നെ അന്നത്തെ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. സ്വന്തം ചാനലിന്റെ റേറ്റിംഗിനും ബ്രാൻഡ് പ്രൊമോഷനും വേണ്ടി കായിക പ്രേമികളുടെ വികാരം ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന അന്വേഷണ കണ്ടെത്തലുകളെ പ്രതിരോധിക്കാൻ ആന്റോയ്ക്ക് കഴിഞ്ഞിട്ടില്ല.